ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന ചാപ്റ്ററിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും വിശകലനം ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടി കാണുക. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The major pollution in the environment is caused by automobiles. Expand the term CNG. Mention any two of its merits. ഓക്കെ, ഇപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷന് പ്രധാനമായും കാരണമാകുന്നത് വാഹനങ്ങളിൽ നിന്നുമുള്ള പുകകളാണ്, അല്ല വാഹനങ്ങളാണ്. അങ്ങനെയെങ്കിൽ ഈ CNG എന്ന ടേം എക്സ്പാൻഡ് ചെയ്യുക, അതിൻ്റെ 2 മെറിറ്റ്സ് എഴുതുക എന്നാണ് ചോദ്യം. 2016 മാർച്ചിൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2010 ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. 2011 ഇതിന് സമാനമായ ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, എന്താണ് CNG? CNG ഈസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് CNGയുടെ എക്സ്പാൻഷൻ. ശ്രദ്ധിക്കുക, ആർമി നഴ്സിംഗ് എൻട്രൻസിനൊക്കെ റെഡിയാകുന്നവർക്കാണെങ്കിൽ അവിടെയും ഈ ചോദ്യങ്ങൾ വരാം. പൊല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുമൊക്കെ മെയിനായിട്ടും ആർമി നഴ്സിംഗിന് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ എൻട്രൻസിന് ചോദിക്കുന്നുണ്ട്. CNG ഈസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇനി എന്താണ് ഈ CNGക്ക് പെട്രോൾ, ഡീസൽ എന്നിവയിൽ നിന്നും CNG കൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ CNGക്ക് ഇന്ധനക്ഷമത കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുമുണ്ടാകുന്ന മലിനീകരണം, ഇത് ഉപയോഗിക്കുമ്പോഴുള്ള മലിനീകരണവും വളരെ കുറവായിരിക്കും. ഇന്ധനക്ഷമത കൂടുതലായതുകൊണ്ട് മലിനീകരണം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ജ്വലനം, അതായത് ഇതിൻ്റെ ജ്വലനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അൺബേൺഡ്. അതുകൊണ്ടാണ് മലിനീകരണം കുറയുന്നത്. ഓക്കെ, ബേൺസ്, ഈ CNG ബേൺസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ആൻഡ് വെരി ലിറ്റിൽ ഓഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് അൺബേൺഡ്. then it is cheaper than diesel and petrol. ഡീസലിനേക്കാളും പെട്രോളിനേക്കാളും ചിലവ് കുറവാണ് CNGക്ക്. and it cannot be siphoned off by thieves. കള്ളന്മാർക്ക് ഇതിനകത്ത് ഊറ്റിയെടുക്കാൻ പറ്റത്തില്ല, മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. and it cannot be adulterated like petrol or diesel. പെട്രോൾ, ഡീസൽ പോലെ മായം ചേർക്കാനും CNGക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് CNG? ഈസ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതിൻ്റെ മെറിറ്റ്സ്: ഇറ്റ് ബേൺസ് മോസ്റ്റ് എഫിഷ്യൻ്റ്ലി ആൻഡ് വെരി ലിറ്റിൽ ഓഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ് അൺബേൺഡ്. ഇറ്റ് ഈസ് ചീപ്പർ ദാൻ ഡീസൽ ആൻഡ് പെട്രോൾ. ഇറ്റ് കനോട്ട് ബി സൈഫൺ ഓഫ് ബൈ തീവ്സ് ആൻഡ് ഇറ്റ് കനോട്ട് ബി അഡൾട്ടേഡ് ലൈക്ക് പെട്രോൾ ഓർ ഡീസൽ. ഓക്കെ, അങ്ങനെയെങ്കിൽ CNGയുടെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ CNG ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ നിന്നും മറ്റൊരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഭൂമിക്കടിയിലൂടെയുള്ള പൈപ്പ് ലൈൻ വഴി മാത്രമേ ഇത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത്രയും എല്ലാ സ്ഥലത്തും ഇതേപോലെ ഭൂമിക്കടിയിലൂടെ പൈപ്പ് ലൈൻ വഴി ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ, CNGയുടെ ഡിസ്ട്രിബ്യൂഷൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതാണ് എല്ലാ സ്ഥലത്തും ഈ CNG എല്ലാ സ്ഥലത്തും ആകാതെ, അല്ലെങ്കിൽ CNG നമ്മുടെ ഇപ്പോൾ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും വ്യാപകമായിട്ട് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. ഇറ്റ്സ് എ ഡിഫിക്കൽറ്റി ഇൻ ലേയിങ് ഡൗൺ പൈപ്പ് ലൈൻ ടു ഡെലിവർ CNG. ഓക്കെ, ആൻഡ് എൻഷുറിങ് അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എല്ലായിടത്തും എപ്പോഴും എല്ലായിടത്തും CNG എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിൽ നിന്നും മറ്റൊരു ഡിസ്ട്രിബ്യൂഷൻ പോയിന്റിലേക്ക് അണ്ടർലൈൻ പൈപ്പ് ലൈൻ വഴി എത്തിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഉറപ്പായിട്ടും ഒരു അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ നമുക്ക് ഉറപ്പാക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പോരായ്മ. ഇപ്പോൾ ഡീമെറിറ്റ്സ് ചോദിച്ചാൽ എഴുതാം: ഡിഫിക്കൽറ്റി ഇൻ ലേയിങ് ഡൗൺ പൈപ്പ് ലൈൻസ് ടു ഡെലിവർ CNG ആൻഡ് എൻഷുറിങ് ദ അൺഇൻറ്ററപ്റ്റഡ് സപ്ലൈ. ഓക്കെ, ഇതാണ് CNGയുടെ ഡീമെറിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ 1990s ഡൽഹി റാങ്ക്ഡ് 4th among the most polluted cities of the world. What are the parallel steps taken to reduce vehicular pollution? 2018 മാർച്ച് മാസം ചോദിച്ച ചോദ്യമാണിത്. ഇതും സ്ഥിരം എക്സാമിന് വരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ലോകത്തിൽ വെച്ച് 1990 ഒരു സർവേ എടുത്തപ്പോൾ ലോക രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള 4ാമത്തെ സിറ്റി നമ്മുടെ ഡൽഹി ആയിരുന്നു. ഓക്കെ, പെട്ടെന്ന് തന്നെ ഡൽഹി സർക്കാരിനോട് അതിൻ്റെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി സുപ്രീം കോടതി പറഞ്ഞു.
അതിൽ പ്രകാരം അവർ കുറേയധികം മെഷേഴ്സ് എടുത്തു. അങ്ങനെയാണ് അന്നത്തെ വെഹിക്കുലർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്തത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ മെഷേഴ്സ് ആയിരുന്നു അവരെടുത്തതെന്ന് നോക്കാം. ഓക്കെ, under the direction of Supreme Court of India, the state government of Delhi took the following measures to improve the quality of air. First, switching over the entire fleet of public transport buses from diesel to CNG. പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളിലും എല്ലാ ബസ്സിലും ഡീസലിന് പകരം CNG ഉപയോഗിച്ചു. ഓക്കെ, ഡീസൽ മാറ്റി എല്ലാ വാഹനങ്ങളിലും CNG ഇറക്കാൻ ഉത്തരവിട്ടു. ഓക്കെ, സ്വിച്ചിങ് ഓവർ ദ എൻറ്റയർ ഫ്ലീറ്റ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സസ് ഫ്രം ഡീസൽ ടു CNG. എല്ലാ പൊതുഗതാഗത വാഹനങ്ങളിലും CNG ഉപയോഗിക്കുക ഡീസലിന് പകരം എന്ന് ഉറപ്പിച്ചു എന്ന നിയമം കൊണ്ടുവന്നു. രണ്ടാമത്തെ പോയിന്റ്, ഫേസിങ് ഔട്ട് ഓൾഡ് വെഹിക്കിൾ. പഴയ വാഹനങ്ങളിലെല്ലാം നിരത്തിൽ നിന്നും മാറ്റി. ദെൻ നെക്സ്റ്റ് പോയിന്റ്, യൂസ് ഓഫ് അൺലെഡഡ് പെട്രോൾ. ലെഡിൻ്റെ അംശമില്ലാത്ത പെട്രോൾ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. പിന്നീട് അവർ ലോ സൾഫർ പെട്രോളും ഡീസലും, സൾഫറിൻ്റെ അളവ് കുറഞ്ഞ പെട്രോളും ഡീസലും വാഹനങ്ങളിൽ ഉപയോഗിച്ചു. ദെൻ യൂസ് ഓഫ് കാറ്റലിറ്റിക് കൺവെർട്ടർ ഇൻ വെഹിക്കിൾസിൽ കാറ്റലിറ്റിക് കൺവെർട്ടർ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞു. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് യൂറോ 2 നോംസ് ഫോർ വെഹിക്കിൾ. അതായത് എല്ലാ വാഹനങ്ങൾക്കും ഇതുപോലെ എന്താ പറയുന്നത്, മലിനീകരണം കുറയ്ക്കാനുള്ള നിയമം, അതിനുള്ള നിയമം സ്ട്രിക്റ്റ് ആയിട്ടുള്ള നോംസുകൾ കൊണ്ടുവന്നു. ഈ നോംസ് എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം യൂറോ 2 നോംസ് എന്ന് പറയുന്നത് ആദ്യം യൂറോപ്പിലാണ് വന്നത്. യൂറോപ്യൻ എമിഷൻ സ്റ്റാൻഡേർഡ് എന്നാണ് യൂറോയുടെ ഫുൾ ഫോം. ഈ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് വന്നത്. 2000 ആയപ്പോഴേക്കും നമ്മുടെ നാട്ടിലേക്കും കൊണ്ടുവന്നു. ഇത് പ്രകാരം നമ്മളെ കാർ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനം നിർമ്മിക്കുന്ന ആൾക്കാരോട് അതിൻ്റെ ടെക്നിക്കൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് അതിൽ നിന്നും പുറത്തു വരുന്ന മാലിന്യങ്ങളുടെ എമിഷൻസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തപ്പോഴേക്കും ഈ പറയുന്ന പൊല്യൂഷൻ, ഡൽഹിയിലെ പൊല്യൂഷൻ അവർക്ക് കുറയ്ക്കാൻ പറ്റി. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഡൽഹി സർക്കാർ എടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണ് ടു റെഡ്യൂസ് വെഹിക്കുലർ പൊല്യൂഷൻ? ഫസ്റ്റ് അവർ CNG യൂസ് ചെയ്തു, യൂസ് ഓഫ് CNG. ദെൻ സെക്കൻഡ്, യൂസ് ഓഫ് അൺലെഡഡ് പെട്രോൾ. Then phasing out old vehicle, use of unleaded petrol. Then use of low sulfur petrol and diesel. Use of catalytic converters in vehicle. Then last point, application of Euro 2 norms for vehicles. ഇനി ഇതിൽ തന്നെ മറ്റൊരു പോയിന്റ് നമുക്ക് പഠിക്കാം. കാറ്റലിറ്റിക് കൺവെർട്ടർ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, കാറ്റലിറ്റിക് കൺവെർട്ടർ സെപ്പറേറ്റ് ആയിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ? ഓക്കെ, കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ്. Catalytic converters are devices that are fitted into the automobiles for reducing emission of gases. പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസിൻ്റെ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യുന്ന ഡിവൈസുകളാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. ഈ കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ പ്രത്യേകത, ഇതിനകത്ത് എക്സ്പെൻസീവ് മെറ്റൽസുകളെയാണ് കാറ്റലിറ്റിക് കൺവെർട്ടറിൽ കാറ്റലിസ്റ്റുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദീസ് ഹാവ് എക്സ്പെൻസീവ് മെറ്റൽസ് എന്ന് പറയുമ്പോൾ വില കൂടിയ മെറ്റൽസായ പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം. പ്ലാറ്റിനം, പലേഡിയം, റോഡിയം തുടങ്ങിയ വില കൂടിയ മെറ്റൽസാണ് മെറ്റൽ കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ. ഓക്കെ, ഇതും എക്സാമിന് ചോദിക്കും. കാറ്റലിറ്റിക് കൺവെർട്ടറിൽ യൂസ് ചെയ്യുന്ന മെറ്റൽ കാറ്റലിസ്റ്റുകൾ ഏതാണെന്ന് എക്സാമിന് ചോദിക്കാം. പലേഡിയം, റോഡിയം, പ്ലാറ്റിനം. മറക്കാതെ പഠിക്കുക. കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ ഡിവൈസസ് ദാറ്റ് ഫിറ്റഡ് ഇൻ ടു ദ ഓട്ടോമൊബൈൽസ് ഫോർ റെഡ്യൂസിങ് എമിഷൻ ഓഫ് ഗ്യാസസ്. Then these have expensive metals like platinum, palladium and rhodium as metal catalyst. As the exhaust pass through the catalytic converter, unburned hydrocarbons are converted into carbon dioxide and water, and carbon monoxide and nitric oxides are changed into carbon dioxide and nitrogen. ഓക്കെ, അതായത് കാറ്റലിറ്റിക് കൺവെർട്ടർ ഫിറ്റ് ചെയ്തിട്ടുള്ള വാഹനങ്ങളുടെ പ്രത്യേകത,
ഈ അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബണുകൾ ഇതുവഴി കടന്നു പോകുമ്പോൾ, ഈ മെറ്റൽ കാറ്റലിസ്റ്റ് വഴി കടന്നു പോകുമ്പോൾ അതിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റുന്നു. വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡും നൈട്രിക് ഓക്സൈഡും അതുവഴി കടന്നു പോകുമ്പോൾ ഈ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡായും നൈട്രിക് ഓക്സൈഡിനെ നൈട്രജനായും മാറ്റുന്നു. അതായിരിക്കും വാഹനങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. ഓക്കെ, ഇപ്പോൾ നോക്കുക, കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറഞ്ഞാൽ ആർ ഡിവൈസസ് ദാറ്റ് ഫിറ്റഡ് ഇൻ ടു ദ ഓട്ടോമൊബൈൽസ് ഫോർ റിഡ്യൂസിങ് ദ എമിഷൻസ് ഓഫ് ഗ്യാസസ്. ഇതിൻ്റെ പ്രത്യേകത, ദിസ് ഹാവ് മെറ്റൽ കാറ്റലിസ്റ്റ്, ദിസ് ഹാവ് ദ എക്സ്പെൻസീവ് മെറ്റൽസ് ലൈക്ക് പ്ലാറ്റിനം, പലേഡിയം ആൻഡ് റോഡിയം ആസ് കാറ്റലിസ്റ്റ്. ഇതിൻ്റെ പ്രത്യേകത, ഈവൻ as the exhaust pass through the catalytic converter, the unburned hydrocarbons are converted into carbon dioxide and water. മെയിൻ പോയിന്റ് ഓർത്തിരിക്കുക, അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസുകളെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കി മാറ്റുന്നു. കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്നു. അതുപോലെ തന്നെ നൈട്രിക് ഓക്സൈഡിനെ നൈട്രജനാക്കി മാറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്. മറ്റ് കാർബൺ മോണോക്സൈഡിനേക്കാൾ അല്ലെങ്കിൽ നൈട്രിക് ഓക്സൈഡിനേക്കാളും ഒക്കെ പോയിസൺ അല്ലെങ്കിൽ മലിനീകരണം കുറഞ്ഞ വാതകങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും. ഇതാക്കി മാറ്റുന്നു. ഓക്കെ, ഇനി ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ ഉള്ള വാഹനങ്ങളിൽ ഉറപ്പായിട്ടും ലെഡ് ഫ്രീ ആയിട്ടുള്ള അൺലെഡഡ് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതായത് ഈ ലെഡായി അല്ലെങ്കിൽ സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള പെട്രോൾ അവിടെ യൂസ് ചെയ്താൽ ഇത് ആ മെറ്റൽ കാറ്റലിസ്റ്റുമായിട്ട് പ്രവർത്തിക്കുകയും അവരുടെ കാറ്റലിറ്റിക് എഫക്റ്റ് ഇല്ലാതാക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ, ഡൽഹി ഗവൺമെൻറ് എടുത്ത മെഷേഴ്സ് എന്തൊക്കെയാണെന്നാണ്. കുറച്ച് ഒരു 7 പോയിൻ്റാണ് പഠിക്കുക. ഒന്ന് CNG യൂസ് ചെയ്തു, യൂസ് ഓഫ് CNG. 2 ഫേസിങ് ഔട്ട് ഓൾഡ് വെഹിക്കിൾ, use of unleaded petrol, use of low sulfur petrol and diesel, use of catalytic converter in vehicles, then applications of Euro 2 norms for vehicles. അതിൽ കാറ്റലിറ്റിക് കൺവെർട്ടർ ഒന്നും കൂടി എടുത്തു പറഞ്ഞു, ഓർത്തിരിക്കുക. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റൽ കാറ്റലിസ്റ്റുകൾ പലേഡിയം, പ്ലാറ്റിനം, റോഡിയം. ഇവർ ഹൈഡ്രോ കാർബൺസുകളെ, അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാക്കും. ദെൻ കാർബൺ മോണോക്സൈഡിനെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുന്നു, നൈട്രിക് ഓക്സൈഡിനെ നൈട്രജനാക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an aquatic ecosystem having luxurious growth of cyanobacteria, അതിനെ നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് വിളിക്കും, leads to eutrophication. What kind of pollutants causes algal bloom to colonize the aquatic ecosystem? What are the consequences of eutrophication? 2006 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. ആൽഗൽ ബ്ലൂമിന് കാരണമാകുന്ന പൊല്യൂട്ടൻസുകൾ ഏതൊക്കെയാണ് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിൽ? ഓക്കെ, അല്ലെങ്കിൽ ആൽഗയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്? എ ചോദ്യം. ഓക്കെ, ബി ചോദ്യം, വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് യൂട്രോഫിക്കേഷൻ? യൂട്രോഫിക്കേഷൻസിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പം ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഇതാണ്. ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് ഡൊമസ്റ്റിക് സീവേജ് വാട്ടർ ബോഡീസ് ബിക്കം റിച്ച് ഇൻ ന്യൂട്രിയൻ്റ് കണ്ടന്റ്. കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ എന്താണ് യൂട്രോഫിക്കേഷൻ, എന്താണ് ആൽഗൽ ബ്ലൂംസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ അതിൽ വിശദമായ യൂട്രോഫിക്കേഷനും ആൽഗൽ ബ്ലൂമും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾ കാണുക. ഇതിൽ വീണ്ടും ഒന്നും കൂടി പെട്ടെന്ന് പറയാം. ഈ പറയുന്ന പൊല്യൂട്ടൻസ്, ആൽഗൽ ബ്ലൂമിന് കാരണമാകുന്ന പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഈ ഡൊമസ്റ്റിക് സീവേജ്, നമ്മുടെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റും മറ്റും വാട്ടർ ബോഡീസിൽ എത്തുന്നത് ന്യൂട്രിയൻസിൻ്റെ അളവ് കൂടുന്നതിന് കാരണമാകുന്നു. ഈ ന്യൂട്രിയൻസുകൾ കൂടുന്നതിനനുസരിച്ച് ആൽഗയുടെ ഗ്രോത്തും കൂടുന്നു. ഓക്കെ, ഡ്യൂ ടു ദ അഡീഷൻ ഓഫ് ഡൊമസ്റ്റിക് സീവേജ് വാട്ടർ ബോഡീസ് ബിക്കം റിച്ച് ഇൻ ന്യൂട്രിയൻസ് or nutrient content. Addition of nutrients stimulate the growth of planktonic algae. The nutrients എന്ന് വെച്ചാൽ പ്രധാനമായും നൈട്രേറ്റും ഫോസ്ഫേറ്റുമാണ്. The prime contaminants that causes algal blooms are nitrate and phosphates. Okay, then what are the consequences of eutrophication? യൂട്രോഫിക്കേഷൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആൽഗൽ ബ്ലൂംസിന് കാരണമാകുന്നു. അതുപോലെ തന്നെ
it causes reduction in dissolved oxygen content, luxuriant growth of algae and algal blooms. Algal blooms totally cover the water surface. This causes a reduction in dissolved oxygen. Then ആൽഗൽ ബ്ലൂംസിൻ്റെ ഡീകമ്പോസിഷൻ വഴി വീണ്ടും ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി കാരണമാകുന്നു. ടോക്സിൻ ആൽഗൽ ബ്ലൂംസിൻ്റെ ഫലമായി വാട്ടറിലേക്ക് ടോക്സിൻസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ വാട്ടർ ബോഡീസിലെ ഈ പറയുന്ന ഇതെല്ലാം കൊണ്ട് അക്വാട്ടിക് ലൈഫിന് ഡാമേജ് സംഭവിക്കുന്നു. ഫിഷിൻ്റെ മോർട്ടാലിറ്റിക്കും മറ്റും കാരണമാകുന്നു. ഇത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. യൂട്രോഫിക്കേഷൻസിൻ്റെ ഹാംഫുൾ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇസ് ദ നാച്ചുറൽ ഏജിങ് ഓഫ് ലേക്ക് ബൈ ബയോളജിക്കൽ എൻറിച്ച്മെൻറ്റ് ഓഫ് ഇറ്റ്സ് വാട്ടർ. Then it occurs due to the accumulation of sewage, agricultural and industrial waste. Then the contaminants are nitrate and phosphate. They stimulate the growth of algae and reduces the dissolved oxygen vital to aquatic life. ഓക്കെ, ഇപ്പോൾ യൂട്രോഫിക്കേഷൻ എന്താണെന്നും അതിൻ്റെ ദോഷങ്ങൾ എന്താണെന്നും എക്സാമിൻ ഞാൻ വിശദമായി ഫസ്റ്റ് പാർട്ടിൽ ഇട്ടിട്ടുണ്ട്. അതും കൂടി ഒന്ന് നോക്കുക. ഈ രണ്ട് ചോദ്യത്തിൻ്റെ ആൻസർ, ചോദ്യത്തിൻ്റെ ആൻസർ ഇതാണ്. ആൽഗൽ ബ്ലൂംസിന് കാരണം സീവേജ്, ഡൊമസ്റ്റിക് സീവേജും അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പൊല്യൂട്ടൻസ്. ആൽഗൽ ബ്ലൂമിന് കാരണമാകുന്ന പൊല്യൂട്ടൻസ് ഇതാണ്: ഡൊമസ്റ്റിക് സീവേജ്, agricultural and industrial waste. Okay, then eutrophications in a harmful effect എന്താണെന്ന് വെച്ചാൽ stimulate the growth of algae and reduces dissolved oxygen vital to aquatic life. അപ്പോൾ ഈ ചോദ്യത്തിന് ഇത്രയും പോയിന്റ്സ് കൊടുത്താൽ മതി. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് യൂട്രോഫിക്കേഷൻസ് എന്ന് ചോദിച്ചാൽ 2 പോയിന്റ്സ്. ദേ സ്റ്റിമുലേറ്റ് ദ ഗ്രോത്ത് ഓഫ് ആൽഗെ. Second point, reduces the dissolved oxygen vital to aquatic life. What kind of pollutants cause algal blooms to colonize the aquatic ecosystem എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ പൊല്യൂട്ടൻസ് ഇതൊക്കെയാണ്. ആൽഗൽ ബ്ലൂംസിന് കാരണമാകുന്ന പൊല്യൂട്ടൻസ്: ഡൊമസ്റ്റിക് സീവേജ്, അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.